നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് നല്ലൊരു പ്രഭാതം ആശംസിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. ഇന്ന് വാർത്തകൾ നിരവധിയുള്ള ദിവസമാണ്. കഴിഞ്ഞ ദിവസങ്ങളായി നടക്കുന്ന, അതായത് ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രതിഷേധങ്ങളൊക്കെ രാജ്യവ്യാപകമായി മാറുന്നു. അതിൽ രാഷ്ട്രീയത്തിൻ്റെ ചേരിതിരിവുകൾ വരുന്നു. വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഈ സമരത്തിന് പിന്തുണയുമായി രംഗത്ത് വരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ ഉറച്ചു തന്നെയാണ്, നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇന്ന് ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ടിരുന്നതാണ് പ്രധാനമായും ഈ വിദ്യാർത്ഥി സംഘടനകളുടെ വിഷയം. അതിലൊരു തീരുമാനം ഇന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചേക്കും. ഉച്ച കഴിഞ്ഞ് 3:30 ഈ സംഘടനകളുമായിട്ടുള്ള ചർച്ചകളൊക്കെ ഡൽഹിയിൽ നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം വിശദമായി. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തിൽ നിന്നും പിന്നോക്കം മാറാതെ CJP. ഉച്ചകഴിഞ്ഞ് 3:30 വീണ്ടും കേന്ദ്രവുമായി ചർച്ച. ദില്ലിയിൽ 18 മെട്രോ സ്റ്റേഷനുകളിൽ രാവിലെ 7:30 മുതൽ നിയന്ത്രണം. ജന്തർ മന്ദറിൽ സുരക്ഷ ശക്തം. थैंक यू फ्रेंड्स। कल देर रात आपसे मिलने का मौका मिल गया है। मेरे जो वीडियो पोस्ट किया था उसको जिस प्रकार से आपने रिस्पॉन्ड किया, വികസന വിവരങ്ങൾ എക്സിൽ മാത്രമായി പങ്കുവയ്ക്കാതെ റീലുകളിലും തത്സമയ സംവാദങ്ങളും വഴി പുതിയ തലമുറയുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കാൻ മന്ത്രിമാരോടും MP-മാരോടും ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി. മന്ത്രിമാർ ഇൻസ്റ്റഗ്രാമിൽ സജീവമായാൽ എല്ലാം ശരിയാകുമോ എന്ന് പരിഹസിച്ച് CJP. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുള്ള പ്രധാനമന്ത്രിയുടെ പരിഹാരം ഇതാണോ എന്നും കോക്രോച്ച് പാർട്ടി. ഇൻസ്റ്റയിൽ വീണ്ടും വീഡിയോ പങ്കുവച്ച് പ്രധാനമന്ത്രി. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം രാവിലെ കൊച്ചിയിലെത്തിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് സംസ്കാരം. ശബരിമലയിലെ തന്ത്രിയായി കണ്ഠരര് രാജീവരുടെ മകൻ ബ്രഹ്മദത്തിനെ നിയമിക്കുന്നതിൽ ഇന്ന് ചേരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിൽ തീരുമാനം. ബ്രഹ്മദത്തിന് താന്ത്രിക വിദ്യയിൽ പ്രാഗൽഭ്യമുണ്ടെന്ന വിദഗ്ധ സമിതി വിലയിരുത്തൽ ഹൈക്കോടതിയെ അറിയിക്കും. തുടർച്ചയായ 13ാം ദിവസവും ഇറാനിലേക്ക് അമേരിക്കയുടെ കനത്ത വ്യോമാക്രമണം. തുറമുഖ നഗരമായ ബന്ദാർ അബ്ബാസിൽ വൻ സ്ഫോടനങ്ങൾ. ഗൾഫ് രാഷ്ട്രങ്ങളിലെ US ബേസുകളിലേക്ക് തിരിച്ചടിച്ച് ഇറാൻ. മധ്യസ്ഥ ശ്രമങ്ങൾ തുടർന്ന് പാകിസ്ഥാൻ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ സന്ദർശനത്തിനായി തിങ്കളാഴ്ച വാഷിംഗ്ടണിലേക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേട്ടം. പാരാ പവർ ലിഫ്റ്റിംഗിൽ ജണ്ടുകുമാറിന് വെങ്കലം. മെഡൽ നേട്ടം 190 കിലോ ഉയർത്തി. ഇന്ത്യ സിംബാബ്വെ 2ാം T20 ഇന്ന് വൈകിട്ട് 4:30. ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര. കോക്രോച്ച് ജനതാ പാർട്ടിയുമായി കേന്ദ്ര സർക്കാർ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് CJPയുടെ തീരുമാനം. അതേസമയം ജന്തർ മന്ദർ സുരക്ഷാ ക്രമീകരണങ്ങളും നിരീക്ഷണവും വർദ്ധിപ്പിച്ചു. ഡൽഹിയിൽ കനത്ത നിയന്ത്രണങ്ങളും തുടരുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്നും തത്സമയം ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രതിഷേധം തുടരുന്നു. ഇന്നൊരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? കാരണം ഇതിൽ പ്രധാനമായി ഉന്നയിക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയാണ്. ആ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ? സർക്കാരിൻ്റെ നിലപാട് ഏത് തരത്തിലാകും? രാജേഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30 കേന്ദ്ര സർക്കാരും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വക്താക്കളും തമ്മിലുള്ള ചർച്ച നിശ്ചയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ചർച്ചയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുനയ നീക്കങ്ങൾ മുൻപോട്ട് വയ്ക്കുകയും കോക്രോച്ച് ജനതാ പാർട്ടി മുൻപോട്ട് വെച്ചിട്ടുള്ള ചില ആവശ്യങ്ങൾ, അതായത് ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതും, ഒപ്പം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കെതിരെയുള്ള FIRകൾ ഒഴിവാക്കുന്നതിനും നിയമ നടപടി ഒഴിവാക്കുന്നതും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ളതാണ്. അതിൽ സർക്കാർ നിലപാട് ഇന്ന് അറിയിക്കും എന്നുള്ളതാണ്. രാജിയില്ലെങ്കിൽ മറ്റേതെങ്കിലും അനുനയ നീക്കങ്ങൾ ഈ സമരക്കാർക്ക് മുൻപിലേക്ക് കേന്ദ്ര സർക്കാർ മുൻപോട്ട് വയ്ക്കുമോ, അതെല്ലാം സമരത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി രാജിക്ക് തയ്യാറാകുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. ഇതുവരെ ലഭിച്ച റിപ്പോർട്ടുകളും ഒപ്പം കഴിഞ്ഞ ദിവസം JP നദ്ദയുടെ പ്രതികരണം ഉൾപ്പെടെ വെച്ച് നോക്കുമ്പോൾ BJP ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യമില്ല എന്നൊരു രാഷ്ട്രീയ നിലപാടിനാണുള്ളത്. ഇത്തരത്തിലൊരു സമ്മർദ്ദത്തിന്റെ പേരിൽ, സമ്മർദ്ദത്തിന്റെ പേരിൽ മന്ത്രി രാജിവെക്കേണ്ടതില്ല. മന്ത്രിയുടെ ഭാഗത്തുനിന്ന് മറ്റേതെങ്കിലും വീഴ്ചയോ അഴിമതിയോ ക്രമക്കേടോ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരും ഒപ്പം രാഷ്ട്രീയപരമായി BJPയും വിലയിരുത്തുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ നിമിഷങ്ങൾ
BJPയുടെ രാഷ്ട്രീയപരമായ നിലപാട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടതില്ല എന്ന് തന്നെയായിരുന്നു. അതിനപ്പുറത്തേക്ക് മറിച്ചൊരു തീരുമാനത്തിലേക്ക്, ഒരു സമവായം എന്നുള്ള രീതിയിലേക്ക് തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുമോ, അതല്ല മന്ത്രിയുടെ രാജിക്കപ്പുറത്തേക്ക് മറ്റ് കടുത്ത നടപടികൾ, ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, കഴിഞ്ഞ ദിവസം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടുകൊണ്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 2017 രൂപീകരിച്ച സ്വതന്ത്ര ഭരണ അവകാശങ്ങളുള്ള ആ സ്ഥാപനത്തെ പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരുന്നു. കൂടാതെ ചോദ്യപേപ്പർ ചോർച്ചയിൽ കടുത്ത നിയമ നടപടികൾ, ഇനി അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടായാൽ കുറ്റക്കാർക്കെതിരെ 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും ലഭിക്കാവുന്ന നിയമ ഭേദഗതി സർക്കാർ കൊണ്ടുവരികയാണ്. അത് തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കാനിരിക്കുന്നു. അത്തരത്തിലുള്ള കടുത്ത നടപടികൾ മുൻപോട്ട് വെച്ചുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് സമരക്കാർക്ക് മുൻപിലേക്ക് വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള സമവായ നീക്കം സർക്കാർ ശ്രമിക്കുമെന്നാണ് കാണേണ്ടത്. ഏതായാലും വൈകിട്ട് 3:30 ചർച്ച. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും പങ്കെടുക്കും. ഒപ്പം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഔദ്യോഗിക വക്താക്കളും ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കും. അതിനുശേഷമായിരിക്കും ഈ ഒരു സമരം ഏത് രീതിയിൽ മുൻപോട്ട് പോകും, അത് അവസാനിപ്പിക്കാൻ കോക്രോച്ച് ജനതാ പാർട്ടി തയ്യാറാകുമോ എന്നെല്ലാം അറിയേണ്ടത്. ഏതായാലും സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ജന്തർ മന്ദിറിൽ വീണ്ടും സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ സേനാവിന്യാസം നടത്തിയിട്ടുണ്ട്. ജന്തർ മന്ദിറിലേക്ക് എത്തുന്ന വഴികളിൽ വീണ്ടും ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ തന്നെ നൽകിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ സമരത്തിന്റെ മറവിൽ ചില ആസൂത്രിത നീക്കങ്ങൾ, സുരക്ഷാ സേനയെ ഉൾപ്പെടെ ആക്രമിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന IB റിപ്പോർട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുന്നത്. അതിന് അഭിജിത് ദീപ്കെ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയത് സമരത്തിനുള്ളിൽ ക്രിമിനലുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അതിന്റെ പശ്ചാത്തലത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയത്. ഡൽഹിയിൽ കടുത്ത നിയന്ത്രണങ്ങൾ തുടരുകയാണ്. ജന്തർ മന്ദിർ മേഖലയിൽ ഇന്റർനെറ്റ് സേവനത്തിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ വിവിധ മെട്രോ സ്റ്റേഷനുകൾ, ജന്തർ മന്ദിറിന് സമീപമുള്ള മണ്ഡി ഹൗസ്, ജണ്ടേവാല, കൂടാതെ രാജീവ് ചൗക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് തുടങ്ങി 18 ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ സുരക്ഷ ശക്തമാക്കുകയാണ്. ഈ പാർട്ടികളുടെ പ്രതിഷേധത്തിന് വിവിധ രാഷ്ട്രീയ സംഘടനകൾ ഉൾപ്പെടെ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുന്നോട്ട് വരുന്നു. കഴിഞ്ഞ ദിവസത്തെ വിദ്യാർത്ഥികളെ നേരിട്ട രീതി ശരിയായില്ല എന്ന രീതിയിൽ ചിത്രങ്ങൾ സഹിതം രാഹുൽ ഗാന്ധി പങ്കുവയ്ക്കുന്നു. പ്രതിഷേധം കൂടുതൽ ശക്തമാക്കും. രാജിയില്ലെങ്കിൽ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയില്ല എങ്കിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും സുരക്ഷ കൊണ്ട് മതിയാകുമോ? രാജേഷ്, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് ഈ പാർലമെന്റ് മാർച്ചിൽ പോലീസ് ലാത്തിചാർജിൽ ഉൾപ്പെടെ ശക്തമായ പിന്തുണയാണ് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ നൽകിയത്. കഴിഞ്ഞ ദിവസം ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം നടത്തിയിട്ടുള്ള നീക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച തുടങ്ങിയ വർഷകാല സമ്മേളനത്തിന്റെ ഓരോ ദിവസവും, തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ഓരോ ദിവസവും സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട് സഭ പൂർണ്ണമായും സ്തംഭിപ്പിക്കുന്ന സമീപനമായിരുന്നു പ്രതിപക്ഷം സ്വീകരിച്ചത്. ഏറ്റവും ഒടുവിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പാർലമെന്റിനുള്ളിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും വ്യക്തമാക്കിയെങ്കിലും ചർച്ചകളെല്ലാം മറിച്ച് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് ആവശ്യമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച് സഭ പൂർണ്ണമായും സ്തംഭിപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്. ഒപ്പം പാർലമെന്റിന് പുറത്തും കോൺഗ്രസിന്റെ സമരരീതി നമ്മൾ കണ്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് മുൻപിലേക്ക് മിന്നൽ പ്രകടനം നടത്തി. കൂടാതെ ഗാന്ധി സ്മൃതിയിലേക്ക് മാർച്ച് നടത്തി. അത്തരത്തിൽ പ്രതിപക്ഷം ഇത് വളരെ കൃത്യമായി സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുക തന്നെയാണ്. ഈ വിഷയത്തിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം വ്യക്തമാക്കുന്നത്. ഒപ്പം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെ നേരിട്ട് ഈ വിഷയത്തിൽ ചോദ്യപേപ്പർ ചോർച്ച ഒരു നിസ്സാര വിഷയമായി കാണുന്നില്ല, അതിനെ ഗൗരവത്തോടു കൂടി കാണുന്നു. ഇനി ഭാവിയിൽ കടുത്ത നടപടി ഉണ്ടാകും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കടുത്ത നടപടികൾ ഈ വിഷയത്തിൽ സ്വീകരിച്ചു വരികയാണ്. അത്തരത്തിൽ കടുത്ത പ്രതിഷേധത്തിന് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നു. രാജേഷ് ചോദിച്ചതുപോലെ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ കൊണ്ട് മാത്രം ഈ സമരത്തെ നേരിടാൻ സാധിക്കുമോ എന്നുള്ളതും ഒരു വലിയ ചോദ്യമാണ്. വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യമുണ്ട്. അതിനപ്പുറത്തേക്ക് നേരത്തെ IB ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ സമരം മുതലെടുത്തുകൊണ്ട് അക്രമം സൃഷ്ടിക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഇതിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം നിലവിൽ ഡൽഹി പോലീസ് നടത്തി വരികയാണ്. കൂടാതെ കേന്ദ്ര ഏജൻസികൾ കൃത്യമായ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഡൽഹിയിൽ BSF ഉൾപ്പെടെ കേന്ദ്ര സേനയെ വിന്യസിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. രാജേഷ്, ജിഷ്ണുവാണ് ഡൽഹിയിൽ നിന്നും തത്സമയം
വിവരങ്ങൾ പങ്കുവച്ചത്. ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയകളിൽ വീണ്ടും വീഡിയോ പോസ്റ്റ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ട് നിർദ്ദേശങ്ങൾ നൽകിയ രാജ്യത്തെ യുവാക്കളോട് അദ്ദേഹം നന്ദി പറഞ്ഞു. മുൻപ് എക്സിലൂടെ മാത്രമായിരുന്നു പ്രധാനമന്ത്രി സ്ഥിരമായി പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നത്. യുവാക്കളുമായി സംവദിക്കാൻ കഴിയുന്ന സാമൂഹിക മാധ്യമം എന്ന നിലയിലാണ് ഇൻസ്റ്റാഗ്രാമിൽ ഉൾപ്പെടെ പ്രധാനമന്ത്രി പോസ്റ്റുകൾ പങ്കുവച്ചത്. കേന്ദ്രമന്ത്രിമാരും ഇൻസ്റ്റാഗ്രാമിൽ സജീവമാകണമെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നു. थैंक यू फ्रेंड्स। कल देर रात आपसे मिलने का मौका मिल गया। मेरे जो वीडियो पोस्ट किया था उसको जिस प्रकार से आपने रिस्पॉन्ड किया, सकारात्मक सुझाव दिए, थैंक्स टू एवरीबॉडी। ये आपका प्यार बना रहेगा, हमारा नाता और अधिक सक्रियता से जुड़ता रहेगा। थैंक यू दोस्तों। അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ രംഗത്തെത്തി. ഇൻസ്റ്റഗ്രാമിൽ സജീവമാകാൻ മന്ത്രിമാരോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതിനെയാണ് CJP പരിഹസിച്ചത്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുള്ള പ്രധാനമന്ത്രിയുടെ പരിഹാരം ഇതാണോ എന്നായിരുന്നു CJPയുടെ ചോദ്യം. എല്ലാ മന്ത്രിമാരും ഇൻസ്റ്റഗ്രാമിൽ സജീവമാകണം, ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്യണം, ട്വിറ്ററിൽ മാത്രമായി ഒതുങ്ങരുത്. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കണ്ടെത്തിയ പ്രശ്ന പരിഹാരമെന്നാണ് അഭിജിത് ദീപ്കെയുടെ പരിഹാസം. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി പത്താഴക്കുഴി സ്വദേശി അനീഷ് മോഹൻ്റെ മൃതദേഹം കൊച്ചിയിൽ എത്തിച്ചു. കൊൽക്കത്തയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിൽ എത്തിച്ചത്. കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും കോട്ടയത്തെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ ആംബുലൻസ് സൗകര്യം നോർക്ക ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അനീഷിൻ്റെ മൃതദേഹം കണ്ടെടുത്തത്. വിവരങ്ങളുമായി കിരൺ ചേരുന്നുണ്ട്. കിരൺ, മൃതദേഹം എത്തിച്ചിട്ടുണ്ടോ? മറ്റ് ചടങ്ങുകൾ എങ്ങനെയാണ്? എപ്പോഴായിരിക്കും വീട്ടിൽ അവിടെ കോട്ടയത്തേക്ക് എത്തിക്കുക? രാജേഷ്, അല്പസമയം മുമ്പാണ് കൊച്ചി വിമാനത്താവളത്തിലേക്ക് രാജേഷ് മോഹന്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വിമാനം എത്തിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സിക്കിമിൽ നടന്ന തുരങ്കപാത നിർമ്മാണത്തിനിടയിലുണ്ടായ അപകടത്തെ തുടർന്ന് അനീഷ് മോഹൻ കൊല്ലപ്പെടുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യയും ബന്ധുക്കളടക്കമുള്ളവർ സിക്കിമിലെത്തുകയും ഇദ്ദേഹത്തിന്റെ മൃതദേഹം തിരിച്ചറിയുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് കേരളത്തിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ ആരംഭിച്ചിരുന്നത്. ഏതായാലും ചെറിയ പ്രശ്നങ്ങളൊക്കെ, തടസ്സങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം ഇടപെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം കൊച്ചിയിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ വിമാനത്താവളത്തിന്റെ ഉള്ളിലാണ് ഈ മൃതദേഹം ഉള്ളത്. ഇവിടെ മറ്റ് നടപടികളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഏതായാലും മൃതദേഹം പുറത്തേക്ക് എത്തിക്കും. അതിനുശേഷം പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ആംബുലൻസിലായിരിക്കും ഇന്ന് പാമ്പാടിയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. ഏതായാലും ഇതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുള്ള കാര്യമാണ് നേരത്തെ തന്നെ അറിയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇന്ന് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കേരളത്തിലേക്ക് എത്തിക്കുമെന്നുള്ളൊരു കാര്യം ഇന്നലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന്റെ മൃതദേഹം സിക്കിമിലെ അപകട സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. പിന്നീട് ഈ മൃതദേഹം തിരിച്ചറിയുകയൊക്കെ ചെയ്തിരുന്നതാണ്. എന്നാൽ വിമാനമാർഗം ഇത് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ഈ മരണം സംഭവിച്ചതിന് ശേഷം 72 മണിക്കൂർ പിന്നിട്ടു എന്നുള്ളൊരു കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് തന്നെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതിന് ശേഷം മാത്രമാണ് ഏതായാലും ഈ മൃതദേഹം എത്തിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വിമാനത്താവളത്തിൽ നിന്ന് എത്തിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വൈകാതെ തന്നെ ഇവിടെ നിന്നും മൃതദേഹം പാമ്പാടിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഏതായാലും സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അറിയിപ്പ് ഉണ്ടാവുക. രാജേഷ്, കിരണാണ് വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്നും പങ്കുവച്ചത്. ശബരിമല തന്ത്രിയായി കണ്ഠരര് രാജീവരുടെ മകൻ ബ്രഹ്മദത്തിനെ നിയമിക്കുന്നതിൽ അന്തിമ തീരുമാനമെടുക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഇന്ന് ചേരും. ബ്രഹ്മദത്തിന് താന്ത്രിക വിദ്യയിൽ പ്രാഗൽഭ്യമുണ്ട് എന്നാണ് വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. ഹൈക്കോടതിയിൽ എത്രയും വേഗം തീരുമാനം അറിയിക്കാനാണ് ദേവസ്വം ബോർഡിൻ്റെ ശ്രമം. വിവരങ്ങളുമായി അൻഫിൽ ഡിസൂസ ചേരുന്നുണ്ട്. അൻഫിൽ, ഇന്ന് ദേവസ്വം ബോർഡ് യോഗം ചേരുന്നുണ്ട്. എന്തായാലും വിദഗ്ധ സമിതി ബ്രഹ്മദത്തിനെ അനുകൂലിച്ച് തന്നെയാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് സാങ്കേതികമായി അംഗീകരിക്കുക മാത്രമല്ലേ ഇന്നത്തെ ബോർഡ് യോഗത്തിൻ്റെ തീരുമാനം? അത് കോടതി അറിയിക്കുകയും വേണം. അതെ
രാജേഷ്, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഇന്ന് രാവിലെ 10:00 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യോഗം ദേവസ്വം ബോർഡ് അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ചേരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട യോഗമാണ് തിരുവിതാംകൂർ ആസ്ഥാനത്ത് നടക്കുന്നത്. കാരണം ഓഗസ്റ്റ് 16-ാം തീയതി ചിങ്ങമാസ പൂജകൾക്കായി നട തുറക്കുമ്പോൾ ആരാകണം തന്ത്രി എന്ന കാര്യത്തിലാണ് അന്തിമ വിധി ഇന്ന് തീരുമാനിക്കേണ്ടതാണ്. ഈ തീരുമാനം എടുത്ത ശേഷമാണ് ഹൈക്കോടതിയെ ദേവസ്വം ബോർഡ് അറിയിക്കേണ്ടത്. അതിനുശേഷം ഹൈക്കോടതി ഇക്കാര്യത്തിൽ അന്തിമമായ തീരുമാനം എടുക്കും. പക്ഷേ ഹൈക്കോടതി നമുക്കറിയാം ദേവസ്വം ബോർഡ് തീരുമാനിക്കേണ്ടത് ദേവസ്വം ബോർഡ് സ്വതന്ത്ര തീരുമാനത്തിന് വേണ്ടി വിടുകയായിരുന്നു. അതനുസരിച്ചാണ് ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ, അതായത് നിലവിലെ കണ്ഠരര് രാജീവരുടെ മകൻ ബ്രഹ്മദത്തനെ തന്ത്രിയാക്കുന്നതിൽ എതിരഭിപ്രായമില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു വിദഗ്ധ സമിതിയെ ഏൽപ്പിക്കുകയായിരുന്നു. നമുക്കറിയാം അക്കിരമൺ കാളിദാസ ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ഒരു 3 അംഗ വിദഗ്ധ സമിതിയാണ് ഇദ്ദേഹത്തിന് താന്ത്രിക വിധിയിൽ എത്രത്തോളം പ്രാഗൽഭ്യമുണ്ട് എന്ന് പരിശോധിക്കുകയും കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ 3 അംഗ വിദഗ്ധ സമിതിയും ബ്രഹ്മദത്തന് താന്ത്രിക വിധിയിൽ വലിയ രീതിയിൽ പ്രാഗൽഭ്യമുണ്ട്, അദ്ദേഹത്തിന് പ്രാഗൽഭ്യം തെളിയിച്ചയാളാണ്, തന്ത്രിയാകാനുള്ള യോഗ്യതയുണ്ട് എന്നവർ കണ്ടെത്തി. ആ വിദഗ്ധ സമിതി കഴിഞ്ഞ ദിവസമാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കെ ജയകുമാറുമായി ചർച്ച നടത്തുകയും ഈ ബ്രഹ്മദത്തന് തന്ത്രിയാകുന്നതിൽ യോഗ്യതയുണ്ട്, അതിൽ വിയോജിപ്പ് വേണ്ട, അല്ലെങ്കിൽ അതിനൊരു എതിരഭിപ്രായമോ അതിനെ എതിർക്കേണ്ട ആവശ്യവുമില്ല, അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും എല്ലാ രീതിയിലും അദ്ദേഹം യോഗ്യൻ തന്നെയാണ് എന്ന ഒരു റിപ്പോർട്ടാണ് വിദഗ്ധ സമിതി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്മേലാണ് ഇതിനോടകം തന്നെ ദേവസ്വം ബോർഡിൽ ആർക്കും തന്നെ അതിന് എതിരഭിപ്രായമില്ല എങ്കിൽ പോലും ഒരു വിദഗ്ധ സമിതി അവരെ ഏൽപ്പിക്കുകയായിരുന്നു. ആ റിപ്പോർട്ട് വിദഗ്ധ സമിതി നൽകിയ അനുകൂല റിപ്പോർട്ടാണ് ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗം ചർച്ച ചെയ്യുകയും അന്തിമമായ തീരുമാനത്തിലെത്തുകയും ചെയ്യും. സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കുന്നത് ബ്രഹ്മദത്തൻ തന്നെയാണ് തന്ത്രിയാവുക, അതിനൊരു അനുകൂല നിലപാട് തന്നെയാകുക, ആ റിപ്പോർട്ട് അനുസരിച്ചുള്ള ഒരു തീരുമാനം തന്നെയാകും ഇന്ന് ചേരുന്ന ദേവസ്വം ബോർഡ് യോഗം എടുക്കുക. അതിനുശേഷം ഈ തീരുമാനം ഹൈക്കോടതി അറിയിക്കുകയും ഹൈക്കോടതി അതിന് അംഗീകാരം നൽകുകയും ചെയ്യും. അങ്ങനെ എല്ലാം അനുകൂലമാവുകയാണെങ്കിൽ ഈ ചിങ്ങമാസം ഓഗസ്റ്റ് 16-നാണ് ചിങ്ങമാസ പൂജകൾക്കായി നട തുറക്കുക. അങ്ങനെ നട തുറക്കുമ്പോൾ നിലവിലെ തന്ത്രിയായിരിക്കുന്ന കണ്ഠരര് രാജീവരുടെ മകൻ ബ്രഹ്മദത്തൻ തന്നെയാകും തന്ത്രിയായി മാറുക. അദ്ദേഹം തന്നെയാകും പൂജകൾക്ക് നട തുറന്ന് പൂജകൾക്ക് തന്ത്രിയായി താന്ത്രിക വിധി പ്രകാരമുള്ള എല്ലാ കർമ്മങ്ങളും അദ്ദേഹം തന്നെയാകും നടത്തുക. നമുക്കറിയാം ഈ കർക്കിടക മാസം മുതൽ ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ആ കാലയളവിൽ താഴ്മൺ മഠത്തിലെ 2 കുടുംബങ്ങളാണ് ടേം വ്യവസ്ഥയിൽ തന്ത്രിയായി താന്ത്രിക വിധി പ്രകാരം കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ മഹേശ്വരി മോഹനിലാണ് ഇപ്പോൾ തന്ത്രി. അദ്ദേഹത്തിൻ്റെ കാലാവധി ഓഗസ്റ്റ് 2-ന് അവസാനിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിക്കുമ്പോഴാണ് ഇനി അടുത്ത് ചിങ്ങമാസ പൂജകൾക്ക് ഓഗസ്റ്റ് 16-ന് നട തുറക്കുമ്പോൾ പുതിയ തന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ രാജീവ് കണ്ഠരര് നേരത്തെ തന്നെ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന് ഒഴിവാക്കണമെന്നും പകരം മകനെ തന്ത്രിയാക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് ദേവസ്വം ബോർഡ് നൽകിയിരുന്നു. ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലെ ചർച്ചകളിലേക്കൊക്കെ വന്നതും തീരുമാനമെടുക്കുന്നത്. എന്തായാലും അനുകൂലമായ ഒരു തീരുമാനം തന്നെയാകും ഉണ്ടാവുക എന്ന് പ്രതീക്ഷിക്കുന്നു. ദേവസ്വം ബോർഡ് യോഗം 10:30 തിരുവനന്തപുരത്ത് ചേരും. വിവരങ്ങളാണ് അൻഫിൽ ഡിസൂസ പങ്കുവച്ചത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ പ്രിയങ്ക ഗാന്ധി MP ഇന്ന് എത്തുന്നുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ് മേപ്പാടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും MP സന്ദർശിക്കുന്നു. അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ വിവിധ സേനാ വിഭാഗങ്ങൾ, ഉദ്യോഗസ്ഥർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരെ ആദരിക്കുന്ന ചടങ്ങിലും പ്രിയങ്ക ഗാന്ധി MP പങ്കെടുക്കുന്നുണ്ട്. ദുരന്തം നടന്ന് 18 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രിയങ്ക വയനാട്ടിലെത്തുന്നത്. ദുരന്തം നടന്ന് ഇത്ര ദിവസമായിട്ടും വയനാട് MP സ്ഥലത്ത് എത്താത്തത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. MP യെ കാണാനില്ല എന്ന് മണ്ഡലത്തിൽ പലയിടത്തും പോസ്റ്റർ പതിക്കുകയും പ്രതിപക്ഷം ഇത് വലിയ ആയുധമാക്കുകയും ചെയ്തിരുന്നു. പയ്യന്നൂരിലെ 1.5 വയസ്സുകാരൻ്റെ മരണത്തിൽ അന്വേഷണം വേഗത്തിലാക്കണമെന്ന് കുഞ്ഞിൻ്റെ അച്ഛൻ സൂരജ്. ജില്ലാതല വിദഗ്ധ സമിതിയിലെ ഒരംഗത്തിൻ്റെ നിഷ്പക്ഷ നിലപാടിൽ ദുരൂഹതയുണ്ട്. സംസ്ഥാനതല വിദഗ്ധ സമിതി വൈകാതെ ചേരണം. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകുമെന്നും നീതി കിട്ടും വരെ പോരാടുമെന്നും അച്ഛൻ സൂരജ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഒന്നും കൂടി കാര്യമായിട്ട് എടുക്കണം. അതിന് അന്വേഷണം പ്രോപ്പർ ഒരു സ്പീഡായിട്ട് ആക്കാൻ വേണ്ടി ഒരു ടീമിനെ ഇതിൽ ചെയ്യിപ്പിക്കണം. പിന്നെ ഇപ്പം നിലവിലില്ല നമ്മളുടെ അന്വേഷിക്കുന്ന DYSP സാർ നല്ല ഒരു അന്വേഷണത്തിലുണ്ട്. അവർ ഉറപ്പ് തന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ 3 ദിവസം. അവരന്വേഷണത്തിൽ ഒരു വീഴ്ച ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ട്. അപ്പം ഇതാണ് ഇപ്പം എൻ്റെ ചോദ്യം. ഈ നിലവിൽ സ്റ്റേറ്റ് ലെവലിൽ പോയ മെഡിക്കൽ റിപ്പോർട്ട് അത് ഇനി എത്ര പെട്ടെന്നും അതിലേക്ക് കാര്യമായിട്ട് കൊണ്ടുവരണം. അതാണ് എൻ്റെ ഉദ്ദേശമില്ലത്. ഇപ്പം ആദ്യം ന്യൂട്രലുള്ള ആള് ഇപ്പം അവരെ ഭാഗത്തായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് എന്തോ അതിൽ നമുക്ക് വിചാരിക്കുന്നേ ഇല്ലൂ. ഒരു ക്വസ്റ്റ്യൻ മാർക്കാണല്ലോ. ഇപ്പം ആ ഗ്രൂപ്പ് തന്നെ ഒരു വലിയ നമ്മൾ എത്താൻ പറ്റാത്ത ഒരു ലെവലിലാണ് അവരില്ലത്.
ബട്ട് അതില്ല. അവരുടെ ഭാഗത്ത് എന്ത് ചെയ്യണം ചെയ്തിട്ട് ഞാൻ ഈ നീതി കിട്ടുന്നവരെ ഞാൻ അതിൽ പിന്നാലെ ഉണ്ടാവും. റിക്വസ്റ്റ് വീണ്ടും ഈ സർക്കാരായിട്ടുണ്ട്. വീണ്ടും ഒരു റിക്വസ്റ്റാണ്. തുടർച്ചയായ 13-ാം ദിവസവും ഇറാന്റെ വിവിധ സൈനിക താവളങ്ങൾക്ക് നേരെ ശക്തമായ മിസൈൽ ആക്രമണം നടത്തിയ അമേരിക്ക കാസ്പിയൻ തീരത്തെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ നേവി ആസ്ഥാനം അടക്കം US തകർത്തതായിട്ടാണ് വിവരം. അതേസമയം US ആക്രമണങ്ങൾക്ക് മറുപടിയായി ബഹ്റിൻ, ജോർദാൻ, കുവൈറ്റ് തുടങ്ങിയ അറബ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി തിരിച്ചടിച്ചു. US സൈനിക സാന്നിധ്യമുള്ള ഇടങ്ങളിൽ നിന്നും 500 മീറ്റർ മാറി നിൽക്കാൻ ഇറാൻ മേഖലയിലെ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാബൽ മന്ദേബ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തുമെന്ന് ഹൂതികളും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അതേസമയം യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ പാകിസ്ഥാൻ ശ്രമങ്ങൾ നടത്തുന്നതായാണ് റിപ്പോർട്ട്. ചൈനയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് പാകിസ്ഥാന്റെ ഈ നീക്കമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ ആഭ്യന്തരമന്ത്രി ഇസ്കന്ദർ മൊമേനി ഇസ്ലാമാബാദ് സന്ദർശിച്ച സമയത്താണ് ഇത് സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ നടന്നതെന്നാണ് റിപ്പോർട്ട്. സ്പെയിനിലെ മാഡ്രിഡിലും ഫ്രാൻസിലും കാട്ടുതീ പടരുന്നു. ഇരു രാജ്യങ്ങളിൽ നിന്നുമായി 1,40,000-ലധികം പേരെ ഒഴിപ്പിച്ചു. സ്പെയിനിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. സ്പെയിൻ തലസ്ഥാനമായ മാഡ്രിഡിന് പടിഞ്ഞാറ് ഭാഗത്ത് 3 സ്ഥലങ്ങളിലുണ്ടായ കാട്ടുതീ ഒരുമിച്ചപ്പോഴാണ് സ്ഥിതിഗതികൾ ഗുരുതരമാക്കിയത്. മേഖലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണിതെന്ന് മാഡ്രിഡ് റീജിയണൽ പ്രസിഡന്റ് ഇസ്ബേൽ ഡൈസ് ഐസു പറഞ്ഞു. നിലവിൽ മാഡ്രിഡിൽ 6,000 ഹെക്ടറിലധികവും അവിലയിൽ 9,000-ഓളം ഹെക്ടറും വനഭൂമി കത്തി നശിച്ചതായിട്ടാണ് ഔദ്യോഗിക കണക്കുകൾ. അതേസമയം ഫ്രാൻസിലെ ജിറോണ്ടെ ലാൻഡേസ് മേഖലകളിൽ കാട്ടുതീ വൻ നാശനഷ്ടം വിതച്ചതിനെ തുടർന്ന് 1,00,000-ലധികം ആളുകളെയാണ് ഒഴിപ്പിച്ചത്. ശക്തമായ കാറ്റിനെ തുടർന്ന് തീ ബോർഡോ നഗരം ലക്ഷ്യമാക്കി നീങ്ങുന്നതിനാൽ വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രദേശങ്ങളിലെ ആളുകളെ ഒഴിപ്പിക്കേണ്ടി വരുമെന്ന് അധികൃതർ അറിയിച്ചു. ഫ്രാൻസിൽ രക്ഷാപ്രവർത്തനം ശക്തമാക്കാൻ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ സൈന്യത്തിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ജയിലുകളിലെ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി AI അധിഷ്ഠിത ഡ്രോൺ നിരീക്ഷണ സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി ജയിൽ വകുപ്പ്. പദ്ധതിയുടെ ആദ്യ പൈലറ്റ് പരീക്ഷണം തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിൽ നടന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യത്തിലാണ് ഡ്രോണിൻ്റെ പരീക്ഷണ പറക്കലും പ്രവർത്തന പ്രദർശനവും നടന്നു. ജയിലിനകത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള നിരീക്ഷണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനാണ് പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത്. മുഖം തിരിച്ചറിയാനുള്ള സംവിധാനം, ആളുകളുടെ എണ്ണം കണക്കാക്കാനുള്ള സംവിധാനം, ഭൂമിക്കടിയിൽ ഒളിപ്പിച്ച വസ്തുക്കൾ കണ്ടെത്താനുള്ള സംവിധാനം, ജയിലിന് മുകളിലൂടെയോ പരിസരത്തോ സമീപിക്കുന്ന മറ്റു ഡ്രോണുകളെ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ എന്നിവ AI ഡ്രോണുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജയിൽ ചാട്ട ശ്രമങ്ങൾ തടയുന്നതിനോടൊപ്പം ജയിലിന്റെ മുഴുവൻ പരിസരവും തുടർച്ചയായി നിരീക്ഷിക്കാൻ ഈ സംവിധാനം സഹായകമാകുമെന്നാണ് ജയിൽ വകുപ്പിന്റെ വിലയിരുത്തൽ. ഫെഡറേഷൻ ഓഫ് എയറോസ്പേസ് എഞ്ചിനീയേഴ്സ് ആൻഡ് റോബോട്ടിക് ഇൻവെൻഷൻസ് എന്ന സാങ്കേതിക സംഘടനയുടെ സഹായത്തോടെയാണ് ഡ്രോണുകൾ വികസിപ്പിച്ചിരിക്കുന്നത്. ശബരിമല ഉൾപ്പെടെയുള്ള മേഖലകളിലും ഇവരുടെ ഡ്രോണുകൾ നിലവിൽ ഉപയോഗിക്കുന്നുണ്ടെന്നും കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ഡയറക്ടർ ജനറൽ S. ശ്രീജിത്ത് പറഞ്ഞു. ജയിൽ വകുപ്പുമായിട്ട് പൂർണ്ണമായി സഹകരിച്ച് ശബരിമലയിൽ അവർ ഡ്രോൺസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഫേസ് റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്, പിന്നെ ആൾക്കാരുടെ എണ്ണം എടുക്കാനുള്ള സംവിധാനമുണ്ട്, ഭൂമിക്കടിയിൽ കുഴിച്ചിടുന്ന സാധനങ്ങൾ കണ്ടുപിടിക്കാനുള്ള വ്യവസ്ഥയുണ്ട്. ഇനി വേറെ ഏതെങ്കിലും ഫ്ലൈയിങ് ഓബ്ജക്റ്റ് ഡ്രോണോ വല്ലതും വന്നാൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാനും പറ്റുന്ന രീതിയിൽ ഒരു ഡ്രോൺ സംവിധാനമാണ് നമ്മൾ പരീക്ഷിക്കുന്നത്. പരീക്ഷണം വിജയകരമാണെന്ന് വിലയിരുത്തിയാൽ സംസ്ഥാനത്തെ മറ്റ് ജയിലുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാനാണ് ജയിൽ വകുപ്പിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തൃശൂർ. മരിക്കുന്നതിന് മുമ്പ് ഒരു സ്വന്തമായ ഒരു വീട്, അതുമാത്രമാണ് ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിനി വിജയമ്മ സദാനന്ദൻ്റെ ആഗ്രഹം. സർക്കാർ പദ്ധതിയിൽ വീട് അനുവദിച്ചെങ്കിലും ബാക്കി ഗഡുക്കൾ ലഭിക്കാത്തതിനാൽ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. 1 വർഷത്തിലേറെയായി ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് ഈ വയോധിക. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി വിജയമ്മയുടെ അവസാന ആഗ്രഹം ഒന്നു മാത്രമാണ്: മരിക്കുന്നതിന് മുമ്പ് സ്വന്തം വീട്ടിൽ ഒരു ദിവസമെങ്കിലും അന്തിയുറങ്ങണം. ആ സ്വപ്നത്തിന് പ്രതീക്ഷയായി എത്തിയത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയാണ്. ത്രിതല പഞ്ചായത്തുകളുടെയും സംസ്ഥാന സർക്കാരിന്റെയും വിഹിതങ്ങൾ ഉൾപ്പെടെ 4 ലക്ഷം രൂപയാണ് വീടിനായി അനുവദിച്ചത്. എന്നാൽ 3 ഗഡുക്കളിലായി ലഭിച്ചത് ആകെ 1,98,000 രൂപ മാത്രം. ആ തുക ഉപയോഗിച്ച് വീടിന്റെ തറയും ഭിത്തിയും വരെ പൂർത്തിയാക്കി. പിന്നീട് ഫണ്ട് കിട്ടിയില്ല. ഇതോടെ വീടിന്റെ പണിയും നിലച്ചു. പിന്നെ കടം വാങ്ങിയാണ് വീടിന്റെ മേൽക്കൂര വാർത്തത്. ബാക്കി നിർമ്മാണം പൂർത്തിയാക്കാൻ ആവശ്യമായ തുക അനുവദിച്ചിട്ടില്ല. കിട്ടാനുള്ള ബാക്കി ഗഡുക്കൾക്കായി കഴിഞ്ഞ 1 വർഷമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഈ വയോധിക. അന്നേരത്തേക്ക് ഈ വീട് ഇങ്ങനെ കടം വാങ്ങിച്ച് വാർക്ക കഴിഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം
ഓടി ഓടി ഇങ്ങനെ നടക്കുന്നേക്കാളും പ്രായം ഒത്തിരി ആയില്ല. അന്നേരം 2 കതവ് ഇട്ടില്ലെങ്കിൽ സാരിയെങ്കിലും ഞാൻ വലിച്ചു കെട്ടിക്കോളാമെന്നാണ് ഞാൻ പറഞ്ഞത്. അവർ പറയുന്നത് താമസമുണ്ടെന്ന്. പിന്നെ സാറ് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ചയിൽ ബ്ലോക്കിൽ ചെന്നപ്പോൾ സാറ് പറഞ്ഞ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ കാര്യം പറഞ്ഞു. ഞാൻ കരഞ്ഞ് പറഞ്ഞു, സാറേ എനിക്ക് പറ്റൂല, എനിക്ക് വീടിനെക്കാളും പ്രശ്നം എൻ്റെ വായ്പ തിരികെ കൊടുക്കണം. തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഭരണപരമായ നടപടികൾ നടക്കുന്നതിനാലാണ് ഫണ്ട് അനുവദിക്കാൻ കാലതാമസമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ വിശദീകരിക്കുന്നു. വിജയമ്മയുടെ ദുരിതം ഒറ്റപ്പെട്ടതല്ല. ബ്ലോക്ക് പഞ്ചായത്തുകൾ വഴി PMAY പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർധന കുടുംബങ്ങൾക്ക് അനുവദിച്ച നിരവധി വീടുകളുടെ നിർമ്മാണമാണ് പണം ലഭിക്കാത്തതിനെ തുടർന്ന് മുടങ്ങിക്കിടക്കുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി. KPCC അധ്യക്ഷനെ കണ്ടെത്തുന്നതിൽ ഇനിയും വൈകാൻ പാടില്ല എന്ന ആവശ്യം സംസ്ഥാന കോൺഗ്രസിനുള്ളിൽ ശക്തമാകുന്നു. യുവനിരയ്ക്ക് പ്രാമുഖ്യം നൽകണമെന്ന നിർദ്ദേശം പല കോണുകളിൽ നിന്ന് ഉയരുമ്പോൾ മാത്യു കുഴൽനാടൻ, ഷാഫി പറമ്പിൽ എന്നീ പേരുകൾ സജീവമാണ്. അതേസമയം പാർട്ടിയെയും സർക്കാരിനെയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ പ്രാപ്തിയുള്ള മുതിർന്ന നേതാക്കൾ എന്ന ആവശ്യം ചൂണ്ടിക്കാട്ടി ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള പേരുകളും പട്ടികയിൽ മുന്നിലാണ്. അൻഫ്ലിറ്റ് ഡിസൂസ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അൻഫ്ലിറ്റ്, വീണ്ടും ഒരു തലവേദന KPCC ആസ്ഥാനത്തേക്ക് വരികയാണ്. KPCC പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും യുവാക്കൾ വേണോ അല്ലെങ്കിൽ മുതിർന്നവർ വേണോ എന്നൊക്കെയുള്ള ഒരു ചർച്ചകളിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. നേരത്തെ തന്നെ ഈ പേരുകളൊക്കെ സജീവമായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വരുന്നത്? എന്തായാലും സണ്ണി ജോസഫ് ഇത് മാറണം, പുള്ളി ആ മന്ത്രിസ്ഥാനം ലഭിച്ചതോടുകൂടി ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറണമെന്ന് നേരത്തെ തന്നെ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. രാജേഷ്, ഇതിനകത്ത് ഇത്രയും നാൾ ഇപ്പോൾ സർക്കാർ അധികാരത്തിൽ വന്ന് 2 മാസം പിന്നിടുകയാണ്. അപ്പോൾ 2 മാസം പിന്നിട്ടിട്ടും KPCCയിൽ പൂർണ്ണ ചുമതലയുള്ള ഒരു അധ്യക്ഷൻ വേണമെന്നൊരു ആവശ്യമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. നേരത്തെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ ശക്തമായ നേതാക്കളൊക്കെ തന്നെയും ഇനിയും അമാന്തിക്കാൻ പാടില്ല, ഒട്ടും വൈകാൻ പാടില്ല, ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കണം. കാരണം KPCCയുടെ പൂർണ്ണ ചുമതല സണ്ണി ജോസഫ് ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം മന്ത്രിയാണ്, അത് ഉത്തരവാദിത്തപ്പെട്ട വകുപ്പുള്ള ഒരു മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് തനിക്ക് 2 ചുമതലകൾ കൊണ്ടുപോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും അദ്ദേഹം വ്യക്തിപരമായും അല്ലാതെയും ഒക്കെ നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് ഹൈക്കമാൻഡിനെ. അപ്പോൾ എത്രയും വേഗം ഒരു തീരുമാനം എടുക്കണം. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് എത്രയും വേഗത്തിൽ, അതായത് ഏറ്റവും ഉന്നതമായ ഒരു പദവിയാണ്, സംഘടനാ ചുമതലയിൽ ഏറ്റവും ഉന്നതമായ പദവിയാണ് സംസ്ഥാന കോൺഗ്രസിന്റെ അധ്യക്ഷനാവുക എന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പ് തർക്കങ്ങളും ഒക്കെ തന്നെയുള്ള വലിയ രീതിയിലുള്ള സംഘർഷമൊക്കെ ഉടലെടുക്കാനുള്ള ഒരു സാധ്യത, ഇതൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ആ തീരുമാനം വൈകി പോകുന്നത്. പക്ഷേ ഇത്രയും നാൾ പറഞ്ഞിരുന്നത് വിദേശയാത്ര കഴിഞ്ഞ് രാഹുൽ ഗാന്ധി വന്നാൽ ഉടൻ തന്നെ ഈ ചർച്ചയിലേക്ക് കടക്കുന്നു, ഒട്ടും വൈകാതെ തന്നെ ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഒരു നേതാവിനെ കണ്ടെത്തുന്നു. പക്ഷേ അദ്ദേഹം വിദേശത്ത് നിന്ന് മടങ്ങി ഡൽഹിയിൽ എത്തിയിട്ടും അപ്പോഴേക്കും ഈ കോക്രോച്ച് സമരവുമായി ബന്ധപ്പെട്ട് CJP സമരത്തിലുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പോകുന്നു. മുഖ്യമന്ത്രി VD സതീശനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതുപോലും മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കാണാനും ഇക്കാര്യത്തിലൊരു ചർച്ച നടത്താനുമായിരുന്നു. പക്ഷേ ഈ വിഷയം കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി VD സതീശൻ ഈ വിഷയം ചർച്ച ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം മടങ്ങുന്നത്. പക്ഷേ നിലവിൽ പല പേരുകളും വളരെ സജീവമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉയർന്നു കേൾക്കുന്ന പേരുകൾ, എല്ലാ പേരുകളും സജീവ പരിഗണനയിലാണ്. എങ്കിലും യുവത്വത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നൊക്കെ ഉയരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ മാത്യു കുഴൽനാടന് ഒരു മുൻഗണനയുണ്ട്. കാരണം മാത്യു കുഴൽനാടൻ KC പക്ഷമാണ്. അപ്പോൾ KC പക്ഷത്തെ നേതാക്കളൊക്കെ തന്നെ ഈ മാത്യു കുഴൽനാടൻ്റെ പേരാണ് സജീവമായി മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം ഷാഫി പറമ്പിലിൻ്റെ പേരും, ഈ 2 പേരുകൾ ഇപ്പോൾ യുവനിരയിൽ നിന്ന് ഇവർ 2 പേരിൽ ആരെങ്കിലും ഒരാൾക്ക് KPCCയുടെ ചുമതല നൽകണമെന്നൊരു ആവശ്യം ഉയർന്നു വരുന്നു. അപ്പോൾ ഈ ഷാഫി പറമ്പിൽ വളരെ ശക്തമായി തന്നെ ഈ ഒരു ആവശ്യം ഉയർത്തി ഷാഫി പറമ്പിലിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം രംഗത്തുണ്ട്. അതിന് കൃത്യമായി ചരട് വരികൾ ഈ 2 കൂട്ടരുടെ ഭാഗത്തു നിന്ന് നടത്തുന്നു. അപ്പോൾ മറുഭാഗത്തു നിന്ന് വളരെ ശക്തമായി വാദിക്കുന്നു മുതിർന്ന നേതാക്കളെ പരിഗണിക്കണമെന്നാണ്. കാരണം പാർട്ടിയും സർക്കാരിനെയും ഒരേ രീതിയിൽ കൊണ്ടുപോയി വലിയ രീതിയിലുള്ള സംഘടനാ ചുമതല, അതായത് സംഘടനയെ ശക്തിപ്പെടുത്താനും സംഘടനാപരമായ ദൗർബല്യങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ ആ രീതിയിൽ കൊണ്ടുപോകാൻ പക്വതയും പാകതയുമുള്ള ഒരു മുതിർന്ന നേതാവിന് തന്നെ കൊടുക്കണമെന്നാണ്. A ഗ്രൂപ്പിൽ നിന്ന് ബെന്നി ബെഹനാൻ, ആദ്യമേ തന്നെ ബെന്നി ബെഹനാന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്പോൾ ബെന്നി ബെഹനാൻ ആ ചുമതല നൽകണമെന്നൊരു വിഭാഗം വളരെ ശക്തമായി വാദിക്കുന്നു. അതോടൊപ്പം തന്നെ അടൂർ പ്രകാശ് UDF കൺവീനറാണ്. അദ്ദേഹം പരസ്യമായി തന്നെ ഈ ആവശ്യമൊക്കെ ഉന്നയിച്ച് രംഗത്ത് വന്നതാണ്. അപ്പോൾ അടൂർ പ്രകാശിന് ആ ചുമതല കൊടുക്കണമെന്ന് വേറൊരു വിഭാഗം വാദിക്കുന്നു. അതേസമയം ജോസഫ് വാഴയ്ക്ക് നമുക്കറിയാം, രമേശ് ചെന്നിത്തല ഏറ്റവും ശക്തനായ നേതാവിന് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി കസേരയും ആഭ്യന്തരമന്ത്രിയുടെ തർക്കമൊക്കെ നടക്കുന്ന വേളയിൽ പോലും ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചൊരു പ്രധാന നിർദ്ദേശം ജോസഫ് വാഴയ്ക്കനെ KPCC അധ്യക്ഷനായി
ചുമതല നൽകണമെന്നാണ്. പക്ഷേ ആ ചർച്ചകളൊക്കെ പിന്നീട് പോയി. പക്ഷേ എങ്കിൽ പോലും ജോസഫ് വാഴക്കൻ ഡൽഹിയിലത്തെ കേന്ദ്ര നേതാക്കളെ കാണുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് വളരെ ശക്തമാണ്. ഇതിനൊക്കെ അപ്പുറമാണ് കൊടിക്കുന്നിൽ സുരേഷ്. കൊടിക്കുന്നിൽ സുരേഷിന് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന് ഹൈക്കമാൻഡുമായുള്ള ഒരു ബന്ധമൊക്കെ വലിയ രീതിയിലാണ്. അപ്പോൾ ഇതിനിടയിൽ സാമുദായിക സമവാക്യമൊക്കെ ഉയർത്തിക്കാട്ടുകയും സാമുദായിക പരിഗണന ഇതൊക്കെ മുന്നിൽ നിർത്തി ഈ കൊടുക്കുന്ന സുരേഷിനെ സംബന്ധിച്ച് സംസ്ഥാന ഘട്ടത്തിലെ ഗ്രൂപ്പുകളുടെ ഒരു പിന്തുണ വലിയ രീതിയിൽ അദ്ദേഹത്തിനില്ല. പക്ഷേ അദ്ദേഹത്തിന് ഡൽഹി ഹൈക്കമാൻഡുമായുള്ള ഒരു ബന്ധവും ഡൽഹി നേതാക്കളുമായി ബന്ധമൊക്കെ പരിഗണിച്ചുകൊണ്ട് തൻ്റെ സീനിയോറിറ്റി പരിഗണിച്ച് തനിക്കത് പദവി നൽകണമെന്ന് നേരിട്ട് തന്നെ പോയി കാണുന്നുണ്ട്. അതിനും അപ്പുറത്തേക്ക് പിന്നീടുള്ള പേരുകളിൽ വരുന്നവരാണ് വി എസ് ശിവകുമാർ അടക്കം. വി എസ് ശിവകുമാറിന് ഡൽഹിയിൽ പോയി നേതാക്കളെ കാണുകയും പരിഗണനയ്ക്ക് തൻ്റെ പേരും കൂടി നൽകണമെന്ന് അല്ലെങ്കിൽ തൻ്റെ പേരും കൂടി പരിഗണിക്കണമെന്ന ആവശ്യം സ്വന്തം നിലയിലേക്ക് വി എസ് ശിവകുമാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നേതാക്കളുടെ ഒരു നീണ്ട നിര തന്നെയാണുള്ളത്. പക്ഷേ യുവാക്കളെ നിർത്തണം, യുവാക്കൾക്ക് പ്രാമുഖ്യം നൽകണമെന്നൊരു ആവശ്യമാണ് ഏറ്റവും ശക്തമായ കോണുകൾ ഉയർന്നു വരുന്നത്. അങ്ങനെ വരുമ്പോൾ മാട്രിക് കുഞ്ഞാണ്, ഷാഫി പറമ്പിൾ എന്ന പേരുകളിലേക്കൊക്കെ ചുരുങ്ങുന്നു. അതിനപ്പുറത്തേക്ക് ബെന്നി ബെഹനാന്റെ പേരും വളരെ ശക്തമായി തന്നെ മുന്നിൽ. എന്തായാലും ഒട്ടും വൈകാതെ തന്നെ തീരുമാനമെടുക്കണമെന്നൊരു ആവശ്യം വളരെ ശക്തമായി തന്നെ KPCCയിൽ ഉയരുകയാണ്. അൻഫിൽ ഡിസൂസയാണ് തിരുവനന്തപുരത്ത് നിന്നും വാർത്ത പങ്കുവച്ചത്. ലഹരി എന്ന വിപത്തിനെതിരെ കവിതകളിലൂടെ പോരാടുകയാണ് കോന്നിയിലെ ഒരു സാധാരണ ഓട്ടോ ഡ്രൈവർ. സ്റ്റാൻഡിൽ യാത്രക്കാരെ കാത്തിരിക്കുന്ന ഒഴിവു സമയങ്ങളിൽ ഓട്ടോയിൽ ഇരുന്ന് കുറിച്ച വരികൾ ഇന്ന് ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശമായി മാറുകയാണ്. കോന്നി പയ്യനാമൺ ജംഗ്ഷനിലെ ഓട്ടോ ഡ്രൈവറായ ഉദയൻ ഹരിത എഴുതിയ ശലഭം എന്ന ബോധവൽക്കരണ ഗാനം ഇതിനോടകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. സ്വപ്നകൂടാരമേ നമുക്കൊന്നിച്ചു ചേർന്നീടാ ലഹരി തൻ കൈപ്പുണീർ മുഖരാത്ത ബാല്യത്തിനാ നാം കൈ പിടിച്ചുയർത്തിയ കാലത്തിൻ കൗമാര ശലഭമേ നീ. ലഹരി ഉപയോഗിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു യുവാവിനെ നേരിട്ട് കണ്ടതാണ് ഉദയൻ ഹരിത എന്ന ഓട്ടോ ഡ്രൈവറുടെ മനസ്സിൽ ലഹരിക്കെതിരെ ഒരു പാട്ടെന്ന ചിന്ത വിരിയിച്ചത്. കുട്ടിക്കാലത്ത് പത്രങ്ങളിൽ കാർട്ടൂൺ വരച്ച് കഴിവ് തെളിയിച്ച ഉദയൻ തൻ്റെ ഡയറിത്താളുകളിൽ എഴുതി തീർത്ത വരികൾ പിന്നീട് ശലഭം എന്ന മനോഹരമായ ബോധവൽക്കരണ ഗാനമായി മാറുകയായിരുന്നു. ആ ഓട്ടോ ഓടിക്കുന്ന സമയങ്ങളിൽ നമുക്ക് പല പല കാഴ്ചകൾ നമുക്ക് കാണാനെ കൊണ്ടൊക്കെ സാധിക്കും. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഒരു ദിവസം കോന്നിയിൽ ഇങ്ങനെ ഞാനൊരു ഓട്ടം പോയി അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫുട്പാത്തിൽ കണ്ട ഒരു സംഭവമാണ് ഇങ്ങനെ ഒരു കവിത എഴുതാനെ കൊണ്ട് എന്നെ പ്രേരിപ്പിച്ചത്. ഒരു 10-18 വയസ്സുള്ളൊരു പയ്യന് ആ ഫുട്പാത്തിലെ അവന് ഭ്രാന്ത് പിടിച്ച മാതിരി അവനവിടെ ഓരോ വേലകൾ കാണിക്കുക, റോഡിൽ പോകുന്ന ആൾക്കാരെല്ലാം അടിക്കുക, ആക്രമിക്കുകയാണ്. അതിൻ്റെ കാര്യം തന്നെ 10 രൂപയാണ് അവൻ ചോദിക്കുന്നത്. കാരണം അവൻ മദ്യപിച്ച് അവന് നടക്കാനും വയ്യ, ഒന്നും വയ്യ, അത് രീതിയാണ്. ഈ 10 രൂപ ചോദിക്കുന്നുണ്ട്. വീണ്ടും മദ്യപിക്കാൻ വേണ്ടി പല ആൾക്കാരുടെ അടുത്ത് വന്ന് പൈസ ഇങ്ങനെ ചോദിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ നമുക്ക് വിഷമമുണ്ടായി. നമ്മുടെ ഈ പുതിയ തലമുറയുടെ രീതിയെക്കുറിച്ച് അങ്ങനെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാവുകയും അങ്ങനെയാണ് ഞാൻ ഈ ശലഭം എന്ന ഗാനം രചിക്കാനെ കൊണ്ട് എനിക്ക് പ്രചോദനമായത്. കോന്നി പയ്യനാമൺ UP സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ കോന്നി അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ രാജു സി ഗാനത്തിൻ്റെ ഔദ്യോഗിക പ്രകാശനം നിർവഹിച്ചു. ആദ്യം ഒരു ചെറിയ രീതിയിൽ പാട്ട് പുറത്തിറക്കാനാണ് കരുതിയതെങ്കിലും വരികൾ കേട്ട കോന്നി പഞ്ചായത്ത് പ്രസിഡന്റ് പൂർണ്ണ പിന്തുണയുമായി മുന്നോട്ട് വരികയായിരുന്നു. കോന്നി എക്സൈസ് വകുപ്പും പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച ചടങ്ങിൽ സഹപ്രവർത്തകരായ ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും ഉദയന് പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നു. വളരെ മനോഹരമായ ഒരു കൊച്ചു ഗാനം ഈ ലഹരിക്കെതിരെ രചിച്ച് സംഗീതം നൽകി ഇന്ന് അവതരിപ്പിച്ചിരിക്കുകയാണ്. വളർന്നു വരുന്ന നമ്മുടെ തലമുറയെ ലഹരിക്കെതിരെ ബോധവൽക്കരിക്കുന്നതിന് ഈ ഗാനം വളരെയധികം ഉതകുന്നതാണ്. അതിൻ്റെ വരികൾ അർത്ഥവത്താണ്. ലഹരി മാഫിയയ്ക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്കുള്ള വലിയൊരു പിന്തുണയാണ് തൻ്റെ ഈ ഗാനമെന്ന് ഉദയൻ വിശ്വസിക്കുന്നു. താൻ കുറിച്ച ഈ കൊച്ചുപാട്ട് ആഭ്യന്തരമന്ത്രിക്ക് മുന്നിൽ നേരിട്ടെത്തിക്കുക എന്നതാണ് ഈ സാധാരണക്കാരനായ ഓട്ടോ ഡ്രൈവറുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഏലം കൃഷിയെ ചേർത്ത് പിടിച്ച് അർബുദ രോഗത്തെ പരാജയപ്പെടുത്തി ജീവിതം തിരിച്ചുപിടിക്കുകയാണ് ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി രാജു ദിവാകരൻ. രക്താർബുദത്തിൻ്റെ വേദനയും നീണ്ട നാളത്തെ കീമോതെറാപ്പിയുടെ ക്ഷീണവും മറന്ന് ഏലത്തിൻ്റെ സുഗന്ധത്തിൽ ജീവിതം വീണ്ടും പടുത്തുയർത്തുകയാണ് ഇദ്ദേഹം. 2019 നെടുങ്കണ്ടം താന്നിമൂട് സ്വദേശി രാജു ദിവാകരന് രക്താർബുദം സ്ഥിരീകരിച്ചത്.
തുടർച്ചയായ ചികിത്സകളും ശാരീരിക ബുദ്ധിമുട്ടുകളും ജീവിതത്തെ ഏറെ തളർത്തി. എന്നാൽ തന്റെ മനോധൈര്യം രോഗം കവർന്നെടുക്കാൻ അദ്ദേഹം അനുവദിച്ചില്ല. ചികിത്സകൾക്ക് ശേഷം ജീവിതത്തിലേക്ക് തിരികെ നടക്കാൻ തിരഞ്ഞെടുത്ത വഴി കൃഷിയായിരുന്നു. വെറും 50 സെന്റ് സ്ഥലത്ത് ഏലം കൃഷിയിലൂടെയായിരുന്നു തുടക്കം. പലരും കൃഷിക്ക് അനുയോജ്യമല്ലെന്ന് വിലയിരുത്തിയ ഭൂമിയിലായിരുന്നു പരീക്ഷണം. ആത്മവിശ്വാസവും ശാസ്ത്രീയ കൃഷിരീതികളും ഈ പരീക്ഷണത്തെ വൻ വിജയമാക്കി. ഇന്ന് ഏലം കൃഷി 4.5 ഏക്കറിലേക്ക് വളർന്നു. ഈ യാത്രയിൽ ഭാര്യ സരസാ രാജുവും ഒപ്പമുണ്ട്. പൂർണ്ണമായും ജൈവ സൗഹൃദ സമീപനമാണ് ഇവർ കൃഷിയിൽ പിന്തുടരുന്നത്. RCCയിലൊരു പോയി കുറേ ഒരു 4-5 വർഷത്തോളം ചികിത്സിക്കേണ്ടി വന്നു. അവരൊരു 10-12 ഹീമയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് സുഖമില്ലാന്ന് ഓർത്ത് വീട്ടിലിരിക്കണ്ട, അത് ശരിയാകുകയെന്നുകൊണ്ട് ഈ കൃഷിയിലേക്ക് ഇറങ്ങി തൊഴിലാളികളോട് കൂടിയും അല്ലാതെയും ഒക്കെ നമ്മൾ ഈ രംഗത്ത് പിന്നെ വ്യാപകമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും അതിനെ നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു. അർബുദത്തെ തോൽപ്പിച്ചത് മരുന്നുകൾ മാത്രമായിരുന്നില്ല. മണ്ണിനോടുള്ള സ്നേഹവും അധ്വാനവും ആത്മവിശ്വാസവും കൂടിയായിരുന്നു. രോഗത്തിന്റെ ഇരുണ്ട ദിനങ്ങളിൽ നിന്ന് പ്രതീക്ഷയുടെ പച്ചപ്പിലേക്ക് നടന്നു കയറിയ രാജു ദിവാകരന്റെ ജീവിതം ഇന്ന് നിരവധി രോഗികൾക്കും കർഷകർക്കും ഒരുപോലെ പ്രചോദനമാണ്. ഏലത്തിന്റെ ഓരോ കതിരിലും നിറയുന്നത് വിളവിന്റെ സുഗന്ധം മാത്രമല്ല, തോൽവി സമ്മതിക്കാത്ത ഒരു മനുഷ്യന്റെ വിജയഗാഥ കൂടിയാണ്. അമൃത ന്യൂസ്, ഇടുക്കി. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന രാത്രി യാത്രയ്ക്കുള്ള KSRTCയുടെ പിങ്ക് ബസ്. ഇത് സ്ത്രീകൾക്ക് വലിയൊരു ആശ്വാസമാണ് എന്നതിൽ സംശയമില്ല. സ്ത്രീകൾക്ക് ഏതു സമയത്തും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിന് പകരം പ്രത്യേക ബസ്സുകൾ മാത്രം ഏർപ്പെടുന്നത് ശാശ്വതമായ പരിഹാരമാണോ? വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നു. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന KSRTCയുടെ പിങ്ക് ബസ്. രാത്രികാല യാത്രയ്ക്കായാണ് ഈ സംവിധാനം. രാത്രിയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ഇത് വളരെ ആശ്വാസകരമായ ഒന്നാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ ഇത് നടപ്പിലാക്കുമ്പോൾ പ്രായോഗികമായ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിനപ്പുറം സ്ത്രീകൾക്ക് ഏതു സമയത്തും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിന് പകരം പ്രത്യേക ബസ്സുകൾ മാത്രം ഏർപ്പെടുത്തുന്നത് ശാശ്വതമായ പരിഹാരമാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതാണ് ഇന്ന് വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. ശ്രീജ സൂചിപ്പിച്ച പോലെ സർക്കാരിനെ സംബന്ധിച്ച് കൊണ്ടുവന്ന പദ്ധതികളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സ്ത്രീകൾക്ക് രാത്രികാല യാത്രയ്ക്കായി KSRTCയുടെ പിങ്ക് ബസ്. ഇപ്പോൾ IT മേഖലയിലോ ഈ ആശുപത്രികളിലോ ഒക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള സ്ത്രീകൾ, രാത്രിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. ശ്രീജ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? എന്നെ സംബന്ധിച്ചൊരു നല്ല തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശരിക്കും ഈ സമൂഹത്തെ ബോധവൽക്കരിച്ചത് കൊണ്ട് ഈ പ്രശ്നങ്ങളൊന്നും അവസാനിക്കില്ല. അതിന് നടപടി തന്നെ വേണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെ വേണം. കാരണം നമ്മൾ ചുറ്റും നമ്മൾ കാണുന്നത് അത്തരത്തിലുള്ള വാർത്തകളാണ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അത് കുറയുന്നതേയില്ല, കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് വേണ്ട കൃത്യമായ സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനായി സർക്കാർ, പോലീസ് സംവിധാനങ്ങളൊക്കെ കാര്യക്ഷമമായി ഇടപെടൽ നടത്തണം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പിങ്ക് ബസ് പോലുള്ള ഒരു പദ്ധതി എന്ന് പറയുന്നത് ഒരു നിർണായക ചുവടുവെപ്പായി ഞാൻ കണക്കാക്കുന്നു. ഈ പിങ്ക് ബസ് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ IT രാത്രിയിൽ എനിക്ക് തോന്നിയ ഒരു പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ, നെഗറ്റീവ് സ്വാഭാവികമായും എന്ത് വിഷയം വന്നാലും ഉണ്ടാവുമല്ലോ. KSRTCയെ സംബന്ധിച്ച് വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയമാണ് സാമ്പത്തികമായും ഒക്കെ. അപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കി കൊണ്ടുപോകാൻ പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഏറ്റവും പോസിറ്റീവായിട്ട് സ്ത്രീകളെ സംബന്ധിച്ച് രാത്രിയിൽ കുറച്ചുകൂടി സുരക്ഷിതമായി പുറത്തിറങ്ങാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം വരും. പല സ്ത്രീകളും രാത്രിയിൽ യാത്രയ്ക്കുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ കണക്കിലെടുത്താണ് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ എടുക്കാൻ മടിക്കുന്നത്. അങ്ങനെയുള്ള ഉള്ള സ്ത്രീകൾക്കും ഒരുപക്ഷെ ഇത് ഗുണം ചെയ്യും. സ്വാഭാവികമായും സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സർക്കാർ ഒരു സംവിധാനം കൊണ്ടുവരുമ്പോൾ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാകും. ഈ അതിക്രമങ്ങൾ, അത്തരത്തിൽ ബസ്സുകളിലൊക്കെ പലപ്പോഴും അങ്ങനെ അതിക്രമങ്ങളൊക്കെ നടക്കാറുണ്ടല്ലോ, വളരെ കൂടുതലായിട്ട്. പലരും നാണക്കേട് കരുതി പുറത്തു പറയുന്നില്ല. പുറത്തെത്തുന്ന കേസുകളൊക്കെ കുറച്ച് എണ്ണത്തിൽ, നമ്മൾ കാണുന്ന എണ്ണത്തിൽ അത് കുറവാണ്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത് വളരെ പോസിറ്റീവായിട്ട് കാണേണ്ട വിഷയം തന്നെയാണ്. പക്ഷേ എങ്ങനെ ഇത് സർക്കാർ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും? ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബസ്സിനകത്ത് മാത്രം മതിയോ ഈ സുരക്ഷിതത്വം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പം ബസ്സിൽ സുരക്ഷിതത്വം കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. പല ബസ് സ്റ്റോപ്പുകളിൽ പോലും
ഈ ബസ് സ്റ്റാൻഡുകളിൽ പോലും CCTV സംവിധാനങ്ങളൊക്കെയുള്ള ബസ് സ്റ്റാൻഡുകളിൽ പോലും സ്ത്രീകൾ അതിക്രമം നേരിടുന്ന കാട്ടാക്കടയിലൊക്കെ നമ്മൾ അങ്ങനെയുള്ള ദൃശ്യങ്ങളടക്കം കണ്ടതാണ്. എല്ലാ മേഖലകളിലും സുരക്ഷ വേണം. ഇപ്പോൾ ബസ്സിനുള്ളിൽ എന്ന് മാത്രമല്ല, കാരണം ഈ പറഞ്ഞതുപോലെ പുറത്ത് എത്രത്തോളം സുരക്ഷിതയാണ് സ്ത്രീ എന്നുള്ള ഒരു ചോദ്യമായി തന്നെ നിൽക്കുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഉത്തരേന്ത്യയിൽ ഒരു പോലീസ് ഓഫീസർ, കമ്മീഷണറാണ്, യൂണിഫോമിലല്ല, അല്ലാതെ സാധാരണ വേഷത്തിൽ വന്ന് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് രാത്രി. സ്ത്രീകളുടെ സുരക്ഷ എത്രത്തോളം കാര്യക്ഷമമാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് അവരെത്തുന്നത്. ആ സമയത്ത് അവരെ സമീപിക്കുന്ന 40ഓളം പുരുഷന്മാരാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോഴാണ് അവർക്ക് അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാകുന്നത്. ഇതിൽ ചെറിയ പയ്യന്മാരുണ്ട്, മാത്രമല്ല ലഹരിക്കടിമയായ ഒരുപാട് ആളുകളുണ്ട്. അതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ ലഹരി എന്നുള്ളത് വലിയൊരു വിപത്തായി മാറിയിരിക്കുന്നു. ഈ പലപ്പോഴും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നടക്കുമ്പോൾ അതിൽ പകുതിയിലേറെയും അതിക്രമങ്ങൾ നടക്കുന്നത് ഈ ലഹരിക്കടിമയായിട്ടുള്ള ആളുകളിൽ നിന്നാണ്. ബസ്സിലെ കാര്യം മാത്രം പറയുന്നത്, എന്തുകൊണ്ട് ട്രെയിനിലെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പർ ബർത്തിൽ ഇരിക്കുന്ന ഒരു പയ്യൻ താഴെ ഇരിക്കുന്ന 2 പെൺകുട്ടികളുടെ വീഡിയോ ചിത്രീകരിക്കുകയാണ്. അപ്പോൾ ഒട്ടും സുരക്ഷിതമല്ല എന്ന് തോന്നുമ്പോൾ അവർ ഷീറ്റ് എടുത്ത് മൂടുകയാണ് ദേഹത്തേക്ക്. ആ വീഡിയോ ആ പയ്യൻ മ്യൂസിക്കോടുകൂടി റീൽസായിട്ട് ചിത്രീകരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ആരാണ് അനുമതി കൊടുക്കുന്നത്? അല്ലെങ്കിൽ എന്തുമാകാം എന്നുള്ളത് ഇപ്പോഴും പല സ്ത്രീകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ ട്രെയിനകത്തേക്ക് ഒട്ടും തന്നെ സുരക്ഷയില്ല. സ്ഥിരമായൊരു പോലീസ് സംവിധാനം എന്തുകൊണ്ട് ഇതിൽ ഉണ്ടാകുന്നില്ല? അപ്പോൾ ഒരു സുരക്ഷ തന്നെയല്ലേ? എനിക്ക് തോന്നുന്നു അതിനുള്ളൊരു സംവിധാനം നമുക്കില്ല. കൃത്യമായ പോലീസ്, അത് അവരുടെ കുറ്റം കൊണ്ടല്ല, കൃത്യമായ ആളുകൾ, ഈ സംവിധാനത്തിന് പ്രാപ്തരായിട്ടുള്ള ആളുകൾ ഇല്ല എന്നുള്ളത് എണ്ണക്കുറവ് വലിയൊരു പരിമിതിയായി എനിക്ക് തോന്നുന്നുണ്ട്. ശരിയായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തെയൊക്കെ ഒരു കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ KSRTC ബസ്, നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ KSRTCയിലെ കണക്കുകൾ മാത്രമായി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ എല്ലാ ക്രൈംസും ഒന്നിച്ചാണല്ലോ. പക്ഷേ എങ്കിൽ പോലും എറണാകുളം പോലുള്ള പ്രധാന നഗരങ്ങളിലൊക്കെ 300 മുതൽ 450 വരെ കേസുകൾ പ്രതിവർഷം ഈ ബസ്സിനുള്ളിലെ അതിക്രമം സംബന്ധിച്ച് വരുന്നുണ്ട് എന്നാണ് കണക്ക് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്ത് എല്ലായിടത്തും സ്വാഭാവികമായും അത്രയും കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ ഭാഗമാണ്. അതായത് ഒരു 300 മുതൽ 450 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് ഇതിൻ്റെ എത്രയോ ഇരട്ടി ഉണ്ടാകും. അങ്ങനെ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംവിധാനം സർക്കാർ കൊണ്ടുവരുന്നതിനെ നമ്മളെപ്പോഴും അഭിനന്ദിക്കേണ്ടതാണ്. ചൂഷണം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ സ്ത്രീകൾക്കുണ്ട്. രാത്രി സ്വാഭാവികമായും ഒരു ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങിയാൽ അവർക്ക് അടുത്ത് പോകാനുള്ള ഒരു മാർഗം എന്നുള്ളത് ടാക്സിയോ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങൾ, സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കണം. അപ്പോൾ ഈ രാത്രി യാത്രയ്ക്കൊക്കെ അവരെത്രയാണോ ചാർജ് ചെയ്യുന്നത് അത് കൊടുക്കേണ്ടതായി വരും. അങ്ങനെയാണല്ലോ നമ്മളെപ്പോഴും ഒരു സ്ഥലത്തെത്തിയാൽ ഇപ്പോൾ ഒരു 50 രൂപ ചാർജ് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് രാത്രി യാത്രയ്ക്ക് അവർ ചിലപ്പോൾ 100 150 ചോദിക്കും. അപ്പോൾ സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ട് അവരുടെ സുരക്ഷിത യാത്ര എന്നുള്ള കണക്ക് നോക്കുമ്പോൾ അവരത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ആ തരത്തിലും സാമ്പത്തികമായി കൂടി സ്ത്രീകളെ ഒരു തരത്തിൽ സഹായിക്കും ഈ പദ്ധതി എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ചില റൂട്ടുകളിലൊന്നും എപ്പോഴും ബസ് ഉണ്ടാകുന്നില്ല. അപ്പോൾ അവിടെ എന്ത് സംവിധാനമാണ് സർക്കാർ ഈ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പോകും? ഇപ്പം നമ്മുടെ ടൗണിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പിങ്ക് ബസ്സൊക്കെ അത്യാവശ്യം എപ്പോഴും അവൈലബിൾ ആയിരിക്കും. പക്ഷെ കുറച്ചുകൂടി അങ്ങോട്ട് ഒരു റൂറൽ ഏരിയയിലേക്കൊക്കെ പോയാൽ എല്ലായ്പ്പോഴും ആ ബസ്സുകൾ ഉണ്ടാകണം എന്നില്ല രാത്രി യാത്രയ്ക്ക്. അപ്പോൾ ഒരു സംവിധാനം സ്വാഭാവികമായും വേണമല്ലോ. ഇപ്പോൾ പ്രിയദർശിനിയൊക്കെ ഓടിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ച് അതിനും ഒരു സ്ത്രീ സുരക്ഷയ്ക്ക് മുൻഗണന കൊടുക്കുമ്പോൾ അതും കണക്കാക്കേണ്ടതുണ്ട്. പിന്നെ സാമ്പത്തികമായി എത്ര കാലം സർക്കാരിന് ഈ സംവിധാനം കൊണ്ടുപോകാൻ പറ്റും? ഏതെങ്കിലും ഇപ്പോൾ ആളില്ലാത്ത സംവിധാനങ്ങളും വരും. എല്ലാ സ്ത്രീകളും രാത്രി എല്ലാ റൂട്ടിലും ആളുകൾ യാത്ര ചെയ്യണം എന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു മാസം വാഹനം ഓടിച്ചു കഴിയുമ്പോൾ ആളില്ലാതെ വന്നാൽ ഇവരത് നിർത്തിയാൽ അതിനെ ആശ്രയിക്കേണ്ട 1-2 സ്ത്രീകളെങ്കിലും കാണുമല്ലോ. അവർക്ക് എന്താണ് ബദൽ? സ്ത്രീ സുരക്ഷ ഇതുകൊണ്ട് കാര്യക്ഷമമായി നടപ്പാക്കി എന്ന് സർക്കാരിന് ഒരിക്കലും അവകാശപ്പെടാൻ സാധിക്കില്ല. കാരണം ഒന്നും എത്തിയിട്ടില്ല, ഒരിടത്തും എത്തിച്ചേർന്നിട്ടില്ല. നമുക്കറിയാം ഹെൽപ്പ് ലൈൻ നമ്പറുകളൊക്കെ ഉണ്ട്. പക്ഷേ ഒരാവശ്യത്തിന് വിളിച്ചാൽ അതിൽ എത്ര എണ്ണം വർക്ക് ചെയ്യും എന്നുള്ളത് ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ പട്രോളിങ്ങിന് പോലീസ് വാഹനം അവിടെ എവിടെയെങ്കിലും ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്ത്രീകൾ, രാത്രി യാത്രക്കാരായ സ്ത്രീകൾ ഒരുപാട് നമുക്ക് ചുറ്റിലുമുണ്ട്. നമ്മളും അക്കൂട്ടത്തിൽ പെടുന്നവർ തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇതിൻ്റെ ഒരു ആവശ്യകത എത്രയെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നാമമാത്രമായി ഇതൊക്കെ ചുരുങ്ങാതെ ഇത് ഒന്ന് വ്യാപിക്കണം. എങ്കിൽ മാത്രമേ ഇതുകൊണ്ടൊരു ഫലം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ചുരുക്കം ചില ആളുകളിലേക്ക് മാത്രമായി ഇതിൻ്റെ ഗുണം പരിമിതപ്പെടും. അങ്ങനെ ആകാൻ പാടില്ല. എല്ലാവരിലേക്കും ഇത് എത്തിച്ചേരണമെങ്കിൽ അഖില സൂചിപ്പിച്ചതുപോലെ ബസ്സിൽ മാത്രമല്ല, കാരണം ബസ്സിൽ യാത്ര ചെയ്യുന്ന സിറ്റിയിലുള്ള യാത്രക്കാർ മാത്രമല്ല, അകത്തോട്ടുള്ള റൂറൽ ഏരിയയിലൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരിലേക്കും കൂടി ആ സുരക്ഷ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്.
തീർച്ചയായിട്ടും. അപ്പോൾ പോലീസിന്റെ പെട്രോളിംഗ് ഉണ്ടാവണം. KSRTC അതിന് ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനം ഒരുക്കണം. അങ്ങനെയുള്ള തരത്തിലുള്ള ചർച്ചകളൊക്കെയാണ് നടക്കുന്നത്. പോലീസ് പെട്രോളിംഗ് ഇപ്പോൾ ശ്രീജ സൂചിപ്പിച്ച പോലെ എല്ലായിടത്തും ഉണ്ട്. നമ്മളിപ്പോൾ 2 വീലറിൽ പോവുകയാണെങ്കിൽ നമുക്കൊരു ആശങ്ക ഉണ്ടാവും. രാത്രിയൊക്കെ വാഹനം ഓടിച്ചു പോകുമ്പോൾ എന്താണ് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, നമ്മുടെ വാഹനത്തിനൊരു തകരാറ് പറ്റിയാൽ പോലും ഏതെങ്കിലും ഒരു സഹായം, മറ്റൊരു തരത്തിലുള്ള അതിക്രമത്തിനപ്പുറത്തേക്ക് നമ്മുടെ വാഹനത്തിനൊരു തകരാറ് പറ്റിയാൽ ഒരു സഹായത്തിന് ഒരാൾ വരിക, ഏതെങ്കിലും ഒരാളെ നമുക്ക് ആ രാത്രിയിലൊന്ന് സമീപിക്കുക എളുപ്പമല്ലല്ലോ. അങ്ങനെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സർക്കാർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം പോലീസ് പെട്രോളിംഗ് കുറച്ചും കൂടി കാര്യക്ഷമമാക്കുക എല്ലാ മേഖലയിലും. ഒപ്പം തന്നെ KSRTCയുടെ വക ഏതെങ്കിലും തരത്തിലുള്ള ഈ പെട്രോളിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. എന്നാൽ മാത്രം ഇപ്പോൾ ബസ്സിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മുമ്പൊക്കെ കണ്ടിട്ടില്ലേ, ചില KSRTC ഡ്രൈവർമാരൊക്കെ കാത്തുനിന്ന് സ്ത്രീകളെ കൂട്ടിക്കൊണ്ടു പോകാൻ ആളുകൾ വരുമ്പോൾ അവരെ പറഞ്ഞയക്കുന്ന സംവിധാനമൊക്കെ, അതൊന്നും എല്ലായ്പ്പോഴും നമുക്ക് നടപ്പാക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അതിജീവിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള മാർഗങ്ങളും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുള്ളൂ. ഒരുപക്ഷെ ഈ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രിയദർശിനി ബസ്, സ്ത്രീകളുടെ സുരക്ഷയൊക്കെ എല്ലാവരും വലിയ പ്രതീക്ഷയോടെ കണ്ടതാണ്. അതിൽ പ്രിയദർശിനി വിജയകരമായി നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ പദ്ധതിയും അവർക്ക് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ 10:45 വരെയാണ് നിലവിൽ ഒരു സമയം നൽകി. വൈകുന്നേരം 6 മണി മുതൽ ഏകദേശം 11 മണി വരെയാണ് സർവീസ് നടത്തുക എന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടി വിപുലപ്പെടുത്തണം. ഈ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും സ്ത്രീകൾ മാത്രമായിരിക്കില്ല യാത്ര, അവരോടൊപ്പം അവരുടെ ഭർത്താവ് ഉണ്ടാവും, കുട്ടികളുണ്ടാവും. അപ്പോൾ പിങ്ക് ബസ് സ്ത്രീകൾക്ക് മാത്രമുള്ള സംവിധാനമാണ്. അപ്പോൾ കൂടെയുള്ള ആളുകൾക്ക് അതിനുള്ള ഗുണം കിട്ടുന്നില്ല എന്നുള്ള പരാതിയും ചില കോണുകളിൽ നിന്നൊക്കെ ഉയരുന്നുണ്ട്. സ്ത്രീകൾ നേരിടേണ്ടി വരുന്നത്ര ചൂഷണം പുരുഷന്മാർക്ക് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷ അതെങ്കിലും ആദ്യം കാര്യക്ഷമമാകട്ടെ സർക്കാരിൻ്റെ ഈ ഒരു ചുവടുവയ്പ്. അതുകൊണ്ട് തന്നെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ കയ്യടി കൊടുക്കേണ്ട ഒരു പദ്ധതിയായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് വലിയ വ്യാപകമായി തന്നെ വരട്ടെ. എല്ലാ സ്ത്രീകളും സുരക്ഷിതമായി ഇരിക്കാൻ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. എല്ലാവരും ഈ സമൂഹത്തിലെ എല്ലാവരും സുരക്ഷിതമായിരിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ള നടപടികൾ തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. സ്ത്രീ സുരക്ഷയ്ക്ക് മികച്ചൊരു ചുവടുവയ്പ്പാണ് പിങ്ക് ബസ് എങ്കിലും ഇതിന്റെ സർവീസുകളുടെ എണ്ണവും റൂട്ടുകളും വർദ്ധിപ്പിച്ചാൽ മാത്രമേ സാധാരണക്കാരായ സ്ത്രീകൾക്ക് പൂർണ്ണ പ്രയോജനം ലഭിക്കുകയുള്ളൂ. പിങ്ക് ബസ് സർവീസ് വരുന്നതോടെ ബസ്സിനുള്ളിൽ സുരക്ഷിതത്വം ലഭിക്കുമെങ്കിലും ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയ ശേഷമുള്ള യാത്രയിലോ സ്റ്റോപ്പുകളിൽ കാത്തു നിൽക്കുമ്പോഴോ ഉള്ള സുരക്ഷ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. തലസ്ഥാനത്ത് വൻ ലഹരിവേട്ട. 100 ഗ്രാം MDMAയുമായി യുവാവ് പിടിയിലായിട്ടുണ്ട്. മലയങ്കീഴ് സ്വദേശി ഷംനുവാണ് പിടിയിലായത്. ടെക്നോ പാർക്കിൽ വിൽപ്പനയ്ക്ക് എത്തിച്ച MDMAയാണ് പിടിച്ചെടുത്തത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടാണ് ലഹരിവേട്ട. പരിശോധനയ്ക്ക് എത്തിയ ഡാൻസ് ഓഫ് സംഘത്തിന് നേരെ ആക്രമണവും ഉണ്ടായി. 3 വാഹനങ്ങൾ ലഹരി സംഘം ഇടിച്ചു തെറിപ്പിച്ചു. കോഴിക്കോട് പാളയത്ത് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ദീപക്കുമായി അന്വേഷണ സംഘം ഇന്ന് തെളിവെടുപ്പ് നടത്തിയേക്കും. ബിജുവിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യം. കത്തി ബിജുവിൻ്റെ വീടിന് സമീപത്തെ കിണറ്റിലുണ്ടെന്ന പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്കൂബ ടീം ഇന്നലെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നുവെങ്കിലും കത്തി കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. അതേസമയം പ്രതി ദീപകിൻ്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. ലഹരിക്ക് അടിമയായ ദീപകിനെ ലഹരി വിമുക്ത ചികിത്സയ്ക്ക് നിർബന്ധിച്ചതിലുള്ള വൈരാഗ്യമാണ് പാളയം സ്വദേശിയായ ബിജുവിനെ കൊലപ്പെടുത്തുവാനുള്ള കാരണം. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുന്നുണ്ട്. ദിലീപ്, ഗുഡ് മോർണിംഗ്. ഈ ആഴ്ചയിൽ ഉള്ള വിപണിയിലെ ആ പ്രതിഫലനം അടുത്ത ആഴ്ചയിലും ഉണ്ടാകുമോ? നഷ്ടത്തിലായിരുന്നു കഴിഞ്ഞ ആഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ 4 മാസത്തിനിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരാഴ്ചയിലെ നഷ്ടമായിരുന്നു കഴിഞ്ഞ ആഴ്ച ഉണ്ടായത്. ഏതാണ്ട് 2.33% വീഴ്ചയാണ് മുൻനിര ഓഹരി സൂചികകളിൽ ഉണ്ടായത്. ഇന്നലെ 23,600 എന്ന നിലവാരത്തേക്ക് മുൻനിര സൂചിയായി നിഫ്റ്റി എത്തിയിരുന്നു. ഇനി അടുത്ത ആഴ്ച ആ ഒരു നിലവാരമായിരിക്കും അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുക. എന്നാൽ അവസാന മണിക്കൂറുകളിൽ നേരിയൊരു തിരിച്ചുകയറ്റം ഉണ്ടാവുകയും 23,700 മുകളിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു. ക്രൂഡ് ഓയിൽ വിലയിൽ നേരിയ ഒരു കുറവുണ്ടായതാണ് വിപണി
വിപണിയുടെ നേട്ടത്തിന് പ്രചോദനമായത്. എന്തായാലും വരുന്ന ആഴ്ചയിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ തുടരാൻ തന്നെയാണ് സാധ്യത. എണ്ണവിലയിലുണ്ടാവുന്ന നീക്കം തന്നെയായിരിക്കും ഏറ്റവും പ്രധാനം. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരികയാണെങ്കിൽ അതും വിപണിയെ അനുകൂലമായി സ്വാധീനിച്ചേക്കും. നിക്ഷേപ സ്ഥാപനങ്ങൾ ഇപ്പോഴും വിൽപ്പനയിൽ തന്നെയാണ്. പ്രത്യേകിച്ചും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ വലിയ തോതിൽ വിൽപ്പന തുടരുന്നത്. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ അത് മറികടന്ന രീതിയിലുള്ള ഒരു നിക്ഷേപം നടത്തുന്നുണ്ടെങ്കിൽ കൂടിയും അത് വിപണിയുടെ മുന്നേറ്റത്തിന് സഹായിക്കുന്നുമില്ല. ചെറുകിട നിക്ഷേപകരും വലിയ തോതിൽ വിൽപ്പനയിലേക്ക് നീങ്ങിയതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. വിപണിയുടെ ഓരോ ഉയർച്ചയിലും നിക്ഷേപകർ വിൽക്കുക എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വരുന്ന ആഴ്ചയും വിപണിയിൽ വലിയ തോതിലുള്ള കയറ്റങ്ങൾ തുടരാൻ തന്നെയാണ് സാധ്യത. 23,600 24,000 ഒരു നിലവാരത്തിൽ തന്നെയായിരിക്കും വിപണി നീങ്ങുക. വിപണിയിലെ ഏറ്റക്കുറച്ചുള്ള സൂചിപ്പിക്കുന്ന ഇന്ത്യ വിക്സ് സൂചികയിലും ഗണ്യമായ കയറ്റമുണ്ടായി. 14 എന്ന നിലവാരത്തിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ വിക്സ് സൂചിക നിൽക്കുന്നത്. വിപണിയിൽ ആശങ്കയെ കുറിക്കുന്ന അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിൽ കുറിക്കുന്ന സൂചികയാണിത്. ഇത് ഉയർന്നു നിൽക്കുന്നതും വിപണിയിൽ കയറ്റങ്ങൾ തുടരും എന്നുള്ള എൻ്റെ ഒരു സൂചന തന്നെയാണ്. എന്തായാലും വലിയ തോതിലുള്ള കയറ്റം. ദിലീപാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഒരു ഗ്രാമത്തിൻ്റെ മേൽവിലാസം സംരക്ഷിക്കാൻ നാട്ടുകാർ ഒന്നിച്ചിറങ്ങിയ കഥയാണ് ഇനി. ഇടുക്കി നെടുങ്കണ്ടത്തിന് സമീപമുള്ള ഉൾനാടൻ ഗ്രാമമായ പുഷ്പകണ്ഡത്തെ നാട്ടുകാർ പോസ്റ്റ് ഓഫീസ് തിരിച്ചുപിടിച്ച കഥ. ശാരീരിക അധ്വാനത്തിനൊപ്പം പണവും സ്വരൂപിച്ചാണ് പോസ്റ്റ് ഓഫീസിനായി പുതിയ കെട്ടിടം ഇവർ നിർമ്മിച്ച് നാടിൻ്റെ പിൻകോഡ് നിലനിർത്തിയത്. 4.5 പതിറ്റാണ്ടായി ഇടുക്കി നെടുങ്കണ്ടം പുഷ്പകണ്ഡത്ത് പ്രവർത്തിച്ചിരുന്ന പോസ്റ്റ് ഓഫീസ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ഡിസംബർ 13-നാണ് അധികൃതർ അപ്രതീക്ഷിതമായി കേരള തമിഴ്നാട് അതിർത്തിയിലെ ആനക്കല്ലിലേക്ക് മാറ്റിയത്. പോസ്റ്റ് ഓഫീസ് കെട്ടിടം മോശമാണെന്നും ഇടപാടുകൾ കുറവാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. ആനക്കല്ലിനെ സമീപം കോമ്പയാറ്റിലും മുണ്ടിയെരുമയിലും പോസ്റ്റ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പൊതുവാഹന സൗകര്യം പരിമിതമായ പുഷ്പകണ്ഡം, അണക്കരമെട്ട്, രത്തിനക്കുഴി, പള്ളിമെട്ട്, ശൂലപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾ ആശ്രയിച്ചിരുന്ന പോസ്റ്റ് ഓഫീസായിരുന്നു പുഷ്പകണ്ഡത്തേത്. തങ്ങളുടെ മേൽവിലാസം നഷ്ടമാകുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് തീരുമാനിച്ച നാട്ടുകാർ ഗ്രാമപഞ്ചായത്ത് അംഗം ജോമോൻ പുഷ്പകണ്ഡത്തിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് പുനരുദ്ധാരണ സമിതി രൂപീകരിച്ചു. പോസ്റ്റ് ഓഫീസ് തിരിച്ചു നൽകണമെങ്കിൽ പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്നായിരുന്നു തപാൽ വകുപ്പിന്റെ നിബന്ധന. തുടർന്ന് നാടൊന്നായി കൈകോർത്തു. നാട്ടുകാരിൽ നിന്ന് 1.5 ലക്ഷത്തോളം രൂപ സമാഹരിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്തു. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന് പകരം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ പുതിയ ഓഫീസ് കെട്ടിടം ഉയർന്നു. അങ്ങനെ ആനക്കല്ലിലേക്ക് മാറ്റിയ പോസ്റ്റ് ഓഫീസ് വീണ്ടും പുഷ്പകണ്ഡത്തേക്ക് തിരിച്ചെത്തി. ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ആളുകളുടെ എല്ലാം പൊതുവായിട്ടുള്ള ആവശ്യം ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കണം, പുഷ്പകണ്ഡം PO നമുക്ക് നിലനിർത്തണം എന്നുള്ളൊരു പൊതുവായിട്ടൊരു ആവശ്യത്തിൽ നിന്നുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ കെട്ടിടം പുനർനിർമ്മിക്കാൻ സാധിച്ചു. തങ്ങളുടെ മേൽവിലാസം തിരിച്ചുപിടിച്ചതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും. ഈ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാർക്കും നല്ല പ്രയോജനകരമായിട്ടുള്ളൊരു പോസ്റ്റ് ഓഫീസാണ് ഇത്. ഇവിടുന്ന് പോയാൽ അതിയായ പ്രയാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഒരു ജനകീയ കമ്മിറ്റി കൂടിയാണ് ഇത് വീണ്ടും തിരികെ കൊണ്ടുവന്നത്. ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന എല്ലാവിധ സേവനങ്ങളും ഇപ്പോൾ പുഷ്പകണ്ഡം പോസ്റ്റ് ഓഫീസിൽ നിന്നും കിട്ടുന്നുണ്ട്. വെറുമൊരു പോസ്റ്റ് ഓഫീസ് മാത്രമല്ല, ഒരു നാടിന്റെ മേൽവിലാസം തന്നെയാണ് പുഷ്പകണ്ഡം നിവാസികൾ ഐക്യത്തിന്റെ കരുത്തിൽ തിരിച്ചുപിടിച്ചത്. അമൃത ന്യൂസ്, ഇടുക്കി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് ആദ്യ മെഡൽ. പാരാ പവർ ലിഫ്റ്റിംഗിൽ ഇന്ത്യൻ താരം ജണ്ടുകുമാർ വെങ്കലം നേടി ഇന്ത്യയുടെ മെഡൽ അക്കൗണ്ട് തുറന്നു. 181, 190 കിലോഗ്രാമുകൾ വിജയകരമായി പൂർത്തിയാക്കി 130.9 പോയിന്റുകൾ നേടിയാണ് ജണ്ടുവിൻ്റെ വിജയം. ബീഹാർ സ്വദേശിയാണ് 28-കാരനായ ജണ്ടുകുമാർ. കോമൺവെൽത്ത് ഗെയിംസിൽ ട്രാക്കിലാണ് ഇന്ത്യക്ക് പ്രതീക്ഷ. ദീർഘദൂര ഓട്ടത്തിന് ഇറങ്ങുന്ന ഗുൽവീർ സിംഗ്, സ്റ്റീപ്പിൾ ചേസിൽ പരുൾ ചൗധരി, സ്പ്രിന്റിംഗ് താരം വിശാൽ TK എന്നിവരുൾപ്പെടുന്ന സംഘം മെഡൽ പ്രതീക്ഷയിലുമാണ്. ഇന്ത്യൻ ദീർഘദൂര ഓട്ടത്തിൻ്റെ മുഖച്ഛായ മാറ്റിയ അത്ലറ്റിക്കാണ് ഏഷ്യൻ ചാമ്പ്യനായ ഗുൽവീർ സിംഗ്. 3000 മീറ്റർ, 5000 മീറ്റർ, 10000 മീറ്റർ ഇനങ്ങളിൽ പുതിയ ദേശീയ റെക്കോർഡുകൾ കുറിച്ച ഗുൽവീർ 1 മണിക്കൂറിൽ താഴെ സമയത്തിൽ ഹാഫ് മാരത്തൺ പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടവും സ്വന്തമാക്കിയിട്ടുണ്ട്. ഗ്ലാസ്ഗോയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ മെഡൽ പ്രതീക്ഷകളിൽ ഒരാളാണ് ഗുൽവീർ. 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിലും 5000 മീറ്ററിലും ദേശീയ റെക്കോർഡിന് ഉടമയായ പരുൾ ചൗധരി ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യനും ഒളിമ്പ്യനുമാണ്. പ്രമുഖ അന്താരാഷ്ട്ര ടൂർണമെൻറ്റുകളിൽ സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കുന്ന പരുൾ ഇത്തവണയും വലിയ മെഡൽ പ്രതീക്ഷയാണ് നൽകുന്നത്.
400 മീറ്റർ ഓട്ടത്തിൽ 45 സെക്കൻഡ് ബാരിയർ മറികടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ചരിത്ര നേട്ടം കുറിച്ച 22-കാരനാണ് വിശാൽ TK. 44.98 സെക്കൻഡിൽ ഓടിയെത്തി പുതിയ ദേശീയ റെക്കോർഡ് സൃഷ്ടിച്ച വിശാൽ ഇന്ത്യൻ സ്പ്രിന്റിംഗ് രംഗത്തെ ഏറ്റവും തിളക്കമുള്ള യുവതാരങ്ങളിൽ ഒരാളാണ്. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ വിജയിയും ഏഷ്യൻ റെക്കോർഡ് തകർത്ത ഇന്ത്യയുടെ 4x400 മീറ്റർ റിലേ ടീമിലെ പ്രധാന അംഗവുമാണ് രാജേഷ് രമേശ്. റിലേ ഇനങ്ങളിൽ ഇന്ത്യക്ക് വൻ മുന്നേറ്റം നൽകാൻ അദ്ദേഹത്തിൻ്റെ പരിചയസമ്പത്ത് സഹായിക്കും. 400 മീറ്റർ ഹഡിൽസിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് വെങ്കല മെഡൽ വിജയിയും ഇന്ത്യയുടെ സ്വർണം നേടിയ മിക്സഡ് റിലേ ടീമിലെ അംഗവുമാണ് സന്തോഷ് കുമാർ. 400 മീറ്റർ ഹഡിൽസിലും റിലേയിലും താരം ഇന്ത്യയുടെ പ്രധാന പ്രതീക്ഷകളിലൊന്നാണ്. വനിതാ 400 മീറ്റർ റിലേ ടീമിന് കരുത്തു പകരുന്ന വിശ്വസ്തയായ താരമാണ് രശ്ദീപ് കൗർ. റിലേ ഇനങ്ങളിൽ ഇന്ത്യക്ക് മെഡൽ നേട്ടത്തിലേക്ക് വഴി തുറക്കാൻ രശ്ദീപിൻ്റെ മികച്ച പ്രകടനത്തിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. സിംബാബ്വെക്കെതിരായ രണ്ടാം T20 മത്സരത്തിന് ഇന്ത്യ ഇന്നിറങ്ങും. ആദ്യ മത്സരം ജയിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ. ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. 2020 ടീം നായകൻ ശ്രേയസ് അയ്യരുടെ നേതൃത്വത്തിൽ ഇന്ത്യ നേരത്തെ അയർലൻഡിനോടും ഇംഗ്ലണ്ടിനോടും തോറ്റിരുന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.